അഭിപ്രായം പറയുന്ന പല ആളുകളും എനിക്ക് നന്നായിട്ട് അറിയാം. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണം എന്നുള്ളത് അവരറിയണ്ട. അവരവരുടേതായ രീതിയിൽ ഡെവലപ്പ് ആക്കേണ്ട സംഭവം എന്താന്ന് വെച്ചാൽ എന്തൊക്കെ ഡെവലപ്പ് ആക്കിയാലും ശരി, കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ അത് ഏതൊരു കുഞ്ഞു കുട്ടിക്കും ഒരു ചെറിയ കുരുത്തക്കേട് ഉണ്ടാവും. ഈ കുഞ്ഞു കുരുത്തക്കേട് എന്തായാലും എന്ത് വേണം, അതിൻ്റെതായ ഒരു രീതിയിലുള്ള ഒരു മാറ്റം മീൻസ് ചിലരെ കുരുത്തക്കേട് തന്നാല് വലിയ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല, ചിലരെ കുരുത്തക്കേട് നല്ല ഉപദ്രവം. എന്റെ കുരുത്തക്കേട് തന്നെ ബാക്കിയുള്ളവർക്ക് കുറച്ച് ഉപദ്രവമായിട്ട് തോന്നും, പക്ഷെ ഞാൻ ചെയ്യുന്ന എന്റെ കുരുത്തക്കേട് എനിക്കറിയാം. അത് ആ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ പണ്ടത്തെ വീട് അവിടെ കുറെ കുരുത്തക്കേട് ചെയ്തത് അതിന്റെ സമയത്താണ് എന്നെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ അടിച്ച കാര്യങ്ങൾ. പക്ഷെ അവിടെ ഞാൻ ചെയ്ത കുരുത്തക്കേട് വളരെ കറക്റ്റ് ആണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അതിന് ഒരു പൊടി പുറകിലേക്ക്. ഇപ്പൊ ഇവിടെ നടക്കുന്ന കുരുത്തക്കേട് ഈ വീട്ടില് ഈ പറഞ്ഞ പോലെ എന്റെ ഫാമിലിയിലായിട്ട് ഞാൻ നടക്കുന്ന കുരുത്തക്കേട് എന്റെ ചെറുപ്പത്തിൽ നടന്ന കുരുത്തക്കേടിന്റെ അനന്തരഫലം തന്നെയാണ്. അപ്പൊ അതിലും എനിക്ക് നല്ല ഡീസെന്റ് ആയിട്ട് നന്നായിട്ട് അറിയാം ഞാൻ ചെയ്യുന്നത് കറക്റ്റാണെന്ന് അറിയണ ഏതൊരു കുരുത്തക്കെട്ടവനും അവനത് കറക്റ്റായിട്ട് ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോ എനിക്ക് തന്നെ കുറേ കുരുത്തക്കേടുകൾ ഇനി അനവധി ചെയ്യാനുണ്ട്. അപ്പൊ അതില് പല വിഷയങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, പഴയ പല വിഷയങ്ങൾ. പക്ഷെ ഇതിലൊക്കെ ചില വിഷയങ്ങളിൽ നിന്നുള്ള വലിയ വലിയ അനുഭവങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ചില വിഷയങ്ങൾ നമുക്ക് ഭയങ്കരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുകൊണ്ട് ചിലത് നിർത്തേണ്ടി വരും. ചില കുരുത്തക്കേട് നിർത്തേണ്ടി വരും. ഇപ്പൊ വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഊഞ്ഞാലാടുന്ന കാര്യങ്ങളാണെങ്കിലും നീന്തലാണെങ്കിലും ഇതൊക്കെ എന്താ വെച്ചാൽ ചില ഭാഗങ്ങളിൽ ഇത് ഡേഞ്ചർ ഉണ്ട്. അപ്പൊ അതൊക്കെ നിർത്തേണ്ടി വരും. എന്നാലും കുരുത്തക്കേടായിട്ട് തന്നെ തുടർന്ന് പോവുക തന്നെ ചെയ്യും.